ഇന്നൊരു വെറൈറ്റി നേന്ത്രക്കായ ഉള്ളിവട തയ്യാറാക്കി നോക്കാം. ഒരു മീഡിയം സൈസ് നേന്ത്രക്കായ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനു പകരമായി ബജിക്കായ കൊണ്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു വലിയ സവോള കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ മൈദ, 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറയെ എടുക്കേണ്ടതില്ല. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് കായത്തിൻ്റെ പൊടി, 1 നുള്ള് പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകപ്പൊടിക്ക് പകരമായിട്ട് 1 നുള്ള് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും മതി. 1/4 കപ്പ് വെള്ളം, ഓയിൽ. ആദ്യം വലിയൊരു ബൗളെടുത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച വേപ്പിലയും പച്ചമുളകും ചേർക്കാം. കടലമാവ്, അരിപ്പൊടി, മൈദ, തൈര് ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പിൽ നിന്ന് ആദ്യം പകുതി വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിക്സ് ഒരുപാട് ലൂസായിരിക്കരുത്. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം പിന്നെ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് ബജി ഫ്രൈ ആയി വരുമ്പോൾ ഉള്ള നല്ല സോഫ്റ്റായിരിക്കാനും നന്നായി പൊന്തി വരാൻ വേണ്ടിയാണ്. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. വേണ്ടവർക്ക് സോഡാപ്പൊടി 1 നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ബജി മാവിൽ നിന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയതായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ കറക്റ്റ് ഉള്ളെല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടും. നമുക്ക് മുഴുവൻ മിക്സും എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉള്ളിൽ കുക്കായിട്ടുണ്ടാവുകയില്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബജി റെസിപ്പിയാണിത്. ഒരു സൈഡെല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബജിയും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറം ഒന്ന് ഫ്രൈ ആയി വരണം. രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അടുത്ത ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മാവ് എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് കുക്കായതിനു ശേഷം തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.